അത് ഇന്ന് വളയനാട് ദേവീക്ഷേത്രം, കോഴിക്കോടുള്ള വളയനാട് ദേവീക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യമാണ് പറയുന്നത്. സാമൂതിരിയും വള്ളുവനാഥിനിയും തമ്മിലുള്ള യുദ്ധത്തിൽ സാമൂതിരി തോൽക്കുകയും അങ്ങനെ സാമൂതിരിക്ക് മനസ്സിലാവാണ് ദേവിയുടെ അനുഗ്രഹക്കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി സാമൂതിരി ദേവിയെ തപസ് ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സാമൂതിരിയോട് പറഞ്ഞു, നീ മുന്നിൽ നടക്കൂ, ഞാൻ പുറകെ വരാം, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ സാമൂതിരി ദേവിയുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പൊ ദേവി പറഞ്ഞു, ഇനി ഉടമ്പടി നീ ലംഘിച്ചു, അതുകൊണ്ട് നിന്റെ നാട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാമൂതിരിക്കേണ് അപേക്ഷിച്ചപ്പോ ദേവി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വള എടുത്തെറിയാം, അത് എവിടെയാണോ പോയി വീഴുന്നത് അവിടെ എന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി വള എടുത്തെറിഞ്ഞു. അതൊരു ആഴ്ചയോളം ആകാശത്ത് കറങ്ങി നിലത്ത് തട്ടിപ്പോയ സ്ഥലത്തിന്റെ പേരാണ് ആഴ്ചവട്ടം. പിന്നെ ഈ വള കറങ്ങി നേരെ പോയി വീണത് ഒരു കുന്നിന്റെ മുകളിലാണ്. ആ കുന്നാണ് വളയനാട് ദേവീക്ഷേത്രത്തില്. ആ കുന്നിന്റെ അവിടെയാണ് ആ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളയനാട് ദേവീക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഈ ദേവിയുടെ വള അത് എഴുന്നള്ളിക്കും. രാധേ രാധേ.